ഹായ്, ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ അടുത്ത ലെക്ചറാണ്. ഇതിനകത്ത് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊരു ടേം കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്താണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതെങ്ങനെ നമുക്ക് അത് ഡിസൈൻ ചെയ്യാം, അത് ഡെറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്സിന്റെ അസംഷൻസിന്റെ ബേസിസിൽ നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ അതേ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന ടേം കൂടി നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. ഓക്കെ, എന്താണ് മൊമെന്റ്? മൊമെന്റ് എന്താണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് വിളിക്കുന്നത് മൊമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കാന്റിലിവർ ബീം എടുക്കാമെന്ന് വിചാരിക്കുക. കാന്റിലിവർ ബീമിന് അറ്റത്ത് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d ആണെങ്കിൽ മൊമെന്റ് ആക്ടിംഗ് ഓൺ ദിസ് ഫിക്സഡ് എൻഡ് ഇസ് ദ ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് p. അപ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒരു സിംഗിൾ റീഇൻഫോഴ്സ് ബീമിന്റെ അനാലിസിസ് നമ്മൾ എടുത്തതാണ്. അതേ സ്ട്രെസ് ബ്ലോക്ക് ഞാൻ കൂടി വരയ്ക്കുകയാണ്. നമുക്കറിയാം ഈ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് ആണ്. നമ്മൾ സിംഗിൾ റീഇൻഫോഴ്സ് ബീമിന്റെ റീഇൻഫോഴ്സ്മെന്റ് വരെ വരച്ചതാണ് എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് നമ്മൾ എടുത്തത് അല്ലെ. ഇത് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ആണ് XU എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, കംപ്രഷനും ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്നും പറഞ്ഞു. ഈ കംപ്രഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏകദേശം 0.42 XU എന്ന വാല്യൂ ആണ് ഫ്രം ടോപ്പ് മോസ്റ്റ് ഫൈബർ ഓഫ് കോൺക്രീറ്റ് എന്ന് നമ്മൾ കോഡ് ബുക്ക് ചെയ്യുന്നത് പേജ് നമ്പർ 69 നമുക്ക് എടുത്തതാണ് അല്ലെ. അതേപോലെ നമുക്ക് കോൺക്രീറ്റിന്റെ കംപ്രഷന്റെ വാല്യൂ അതേപോലെ സ്റ്റീലിന്റെ അവിടുത്തെ ടെൻഷന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ രണ്ട് വാല്യൂ ഡിസ്കസ് ചെയ്തു. അതിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമുക്ക് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു അല്ലെ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഇവിടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഫോഴ്സ്? കംപ്രഷനും ടെൻഷനും ആണ് ഫോഴ്സ്. അതിന്റെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസിനെ, കംപ്രഷനും ടെൻഷൻ ഫോഴ്സിന്റെയും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്നതാണ് ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ലിവർ ആം, നമ്മൾ ലിവർ ആം എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിവർ ആം, ലിവറേജ് കിട്ടുക എന്ന് പറയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്പാനർ ഒക്കെ നമുക്ക് ഒരു ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ ലിവറേജ് കിട്ടുക എന്ന് പറയും. അപ്പൊ ലിവർ ആം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ടോർക്ക് കിട്ടാൻ വേണ്ടി ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് ഇങ്ങനെ കറക്കുമ്പോഴേ നമുക്ക് ആ ടോർക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ നമ്മൾ ഈ കംപ്രഷൻ ഫോഴ്സിന്റെയും ടെൻഷൻ ഫോഴ്സിന്റെയും ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ എത്ര വരും? മൊത്തം വാല്യൂ d ആണ് അല്ലെ. സ്മോൾ d എന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡെപ്ത് ആണ്. അതിൽ ഈ ചെറിയ വാല്യൂ മൈനസ് ചെയ്യാം. മൊത്തം ഡെപ്തിൽ നിന്ന് ചെറിയ വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ D സ്മോൾ d മൈനസ് 0.42 XU ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിവർ ആം കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് ലിവർ ആം ആണെന്ന് അറിയാം അല്ലെ. ഇതിൽ ഏത് ഫോഴ്സ് എടുക്കണം എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ. കംപ്രഷൻ എടുക്കണോ ടെൻഷൻ എടുക്കണോ? നമുക്ക് ഓരോ കേസിലും നമുക്ക് കംപ്രഷനും ടെൻഷനും മാറി മാറി വരും. എങ്ങനെയാണ് മാറുന്നത്? നമുക്ക് കംപ്രഷൻ സൈഡിലാണോ ഫെയിലിയർ വരുന്നത്, ടെൻഷൻ സൈഡിലാണോ ഫെയിലിയർ വരുന്നത് നോക്കുക. ഏറ്റവും ആദ്യം ഈൽഡ് ചെയ്യുന്നത് കംപ്രഷൻ സൈഡാണോ ടെൻഷൻ സൈഡാണോ നോക്കുക. അവിടെ ആയിരിക്കും ആദ്യം മൊമെന്റ് വരുന്നത്. ടെൻഷൻ സൈഡ് ആണ് ആദ്യം ഫീൽ ആവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ ആയിരിക്കും ആദ്യം ഫീൽ ആവുന്നത് അല്ലെ. സ്റ്റീലിന്റെ സൈഡിലാണ് ടെൻഷൻ അറിയാം. ടെൻഷൻ സൈഡിലാണ് ഫീൽ ആവുമെങ്കിൽ സ്റ്റീൽ ആയിരിക്കും ആദ്യം ഫീൽ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് ആയിട്ട് നമുക്ക് ടെൻഷന്റെ ഫോഴ്സ് എടുക്കേണ്ടി വരും. ഇനി കോൺക്രീറ്റ് ആണ് ആദ്യം ഫീൽ ആവുന്നെങ്കിലോ കംപ്രഷൻ ഫോഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സ്റ്റീൽ എപ്പോഴാണ് ഫീൽ ആവുന്നത്? അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആകുമ്പോഴാണ് സ്റ്റീൽ ആദ്യം ഫീൽ ആവുന്നത്. സ്റ്റീൽ അണ്ടർ റീഇൻഫോഴ്സ്മെന്റ് കുറവായിരിക്കും. അപ്പൊ സ്റ്റീൽ ആദ്യം ഫീൽ ആവും കോൺക്രീറ്റിന്റെ കാട്ടും മുമ്പ്. അതിനാണ് ക്രാക്ക് ഫോം ചെയ്യും, വാർണിംഗ് തരും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം അതും കൂടി ഒന്ന് റിവൈസ് ചെയ്തിരിക്കും കേട്ടോ, സമ്മറൈസ് ചെയ്തിരിക്കാം ടാബ്ലക്കോളൊക്കെ ആക്കിയിട്ട്. അതേപോലെ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആകുമ്പോൾ എന്ത് പറ്റും? റീഇൻഫോഴ്സ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ഫെയിൽ ആവത്തില്ല, കോൺക്രീറ്റ് ആയിരിക്കും ആദ്യം ഫെയിൽ ആവുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഫോഴ്സിന് കംപ്രഷൻ ആയിരിക്കും എടുക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസ് നമുക്ക് ഒരു ബാലൻസ് സെക്ഷൻ എടുക്കാം. എന്താ ബാലൻസ് സെക്ഷന്റെ പ്രത്യേകത? ഒരു ബാലൻസ് സെക്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ബോത്ത് കംപ്രഷൻ ആൻഡ് ടെൻഷൻ സൈഡ് ഫേസ് ടുഗദർ അല്ലെ. സ്റ്റീലും കോൺക്രീറ്റും ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട്, ആ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ബാലൻസ് സെക്ഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ട് കോൺക്രീറ്റും സ്റ്റീലും ഒരേ സമയത്തായിരിക്കും ഈൽഡ് ചെയ്യുന്നത് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. XU ഈക്വൽ ടു XU ലിമിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ഈക്വൽ ആയിരിക്കും ഏത് ഒരു ബാലൻസ് സെക്ഷനിൽ.
അതേപോലെ അങ്ങനെയാണെങ്കിൽ അതിന്റെ മാക്സിമം മൊമെന്റും അതേപോലെ മൊമെന്റ് ലിമിറ്റിംഗ് മൊമെന്റും ഈക്വൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ബാലൻസ് സെക്ഷൻ എടുക്കുമ്പോൾ അത് ന്യൂട്രലൈസ്ഡ് ഡെപ്ത് ആക്ച്വലും ലിമിറ്റിംഗ് വാല്യൂവും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ മൊമെന്റും മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് മൊമെന്റും ഈക്വൽ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് കോഡ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കോഡ് ബുക്കിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് പറയാം കേട്ടോ. സ്റ്റെപ്സ് പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് mu അല്ലെങ്കിൽ mu രണ്ട് സെയിം ആണ്. mu is equal to നമുക്ക് എങ്ങനെയാണ് പഠിക്കുക? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ്. ഇതിനകത്ത് ഏത് ഫോഴ്സ് എടുക്കണ്ടേ? നമുക്ക് കംപ്രഷനും എടുക്കാം ടെൻഷനും എടുക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ബാലൻസ് സെക്ഷനിൽ കംപ്രഷനും ടെൻഷനും ഒരേ സമയത്തായിരിക്കും നമുക്ക് ആക്ട് ചെയ്യുന്നത്. തൽക്കാലം കംപ്രഷൻ എടുക്കാം. കംപ്രഷൻ ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയും. ഈ കംപ്രഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താ? 0.36 FCK into B into XU ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ 0.36 FCK into B into XU എന്ന ടേം നമ്മൾ എടുത്തു. ഓക്കെ, ആ ഒരു ടേം എടുത്തു. ഇതാണ് കംപ്രഷൻ. അത് ലിവർ ആം ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ അറിയാം, D minus 0.42 XU എന്നറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക കേട്ടോ. റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ വേറെ ചെയ്തില്ല, 0.36 XU എടുത്തു. ആ D എന്ന സാധനം ഇതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടു. അത്രേ ഉള്ളൂ. D കോമൺ ആയിട്ട് എടുത്ത് പുറത്തിട്ടു. അതേപോലെ D വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു D കോമൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഒരു D വരും. D ഡിവൈഡ് എക്സ്ട്രാ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു D വരുന്നുണ്ട്. ഇവിടെ D സ്ക്വയർ ആയിട്ട് കിടക്കുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, സെയിം സാധനം റീഅറേഞ്ച് ചെയ്തു. ഒരു D ഈ ബ്രാക്കറ്റിനകത്ത് നിന്ന് കോമൺ എടുത്തു. അപ്പൊ D പുറത്തു വന്നു. 1 minus 0.42 XU by D അതാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു D എക്സ്ട്രാ വന്നിട്ടില്ലേ? അതേപോലെ XUവിനെ ഒരു D വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ഒരു D കൂടി എക്സ്ട്രാ വന്ന് D സ്ക്വയർ ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കോഡ് ബുക്കിൽ ഞാൻ പേജ് നമ്പേഴ്സ് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റെപ്സ് പറയുന്നത് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബാലൻസ് സെക്ഷൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് സെക്ഷൻ ആദ്യം കണ്ടുപിടിക്കും. നമ്മൾ ആദ്യം XUവിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആക്ച്വൽ ന്യൂട്രലൈസ്ഡ് ഡെപ്ത് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച് നോക്കിയിട്ട് XU ലിമിറ്റിന്റെ വാല്യൂ പേജ് നമ്പർ 17 നമ്മൾ തന്നിട്ടുണ്ട്. XU ലിമിറ്റിന്റെ പല പല വാല്യൂസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ടാബ്ലോ 0.53, 0.48, 0.46 ബേസ്ഡ് ഓൺ yield strength of steel അതിന്റെ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് ബാലൻസ്ഡ് ആണ് എന്ന് കാണുവാണെങ്കിൽ അതിന്റെ mu ലിമിറ്റിന്റെ ഇക്വേഷൻ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതേപോലെ ഫോർ an under reinforced section, ഒരു under reinforced section ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? under reinforced ആകുമ്പോൾ XU will be less than XU limit. തെറ്റിക്കല്ലേ? ഈ ബോക്സിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നിന്റെ കണ്ടീഷൻസ് ആണ്, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലുണ്ടാവും. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാനത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫോർ an under reinforced section ആണെങ്കിൽ XU less than XU limit ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഫിഗർ ഒക്കെ വരച്ച് ഞാൻ കാണിച്ചു തന്നായിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ mu the actual moment will be less than maximum moment or limiting moment. Limiting momentനെക്കാട്ടും കുറവായിരിക്കും നമ്മുടെ ആക്ച്വൽ മൊമെന്റ് ആക്ടിങ് എന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ ഏതായിരിക്കും ആദ്യം ഫീൽ ആവുക? എവിടെ കേട്ടോ, ഇവിടെ നോക്കണ്ട. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നും വിട്ടേക്ക്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമുക്കറിയാം. ഓക്കെ, ഇതിനും ഇവിടെ ഇത് നമുക്ക് പഠിച്ചതാണ്. ഇത് പുതിയതാണ്, പുതിയ ഇൻഫർമേഷൻ ആണ്. അവിടെ ഇരിക്കും. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. XU less than XU limit ആണ് ഫോർ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ ഏതായിരിക്കും ആദ്യം ഫീൽ ആവുന്നത്? കോൺക്രീറ്റ് ആണോ സ്റ്റീൽ ആണോ? അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കുറവാണ്, അതുകൊണ്ട് സ്റ്റീൽ ആയിരിക്കും ആദ്യം ഈൽഡ് ചെയ്യുന്നത്. സ്റ്റീൽ ഈ സൈഡിലാണ്, ടെൻഷൻ സൈഡിലാണ് സ്റ്റീൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ സൈഡിലായിരിക്കും ആദ്യം ഫെയിലിയർ വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ലോഡായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാൻ മൊമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എവിടെയായിരിക്കും? ഫെയിൽ ആവുന്ന എവിടെയായിരിക്കും? അവിടെയായിരിക്കും മൊമെന്റ് കൂടുതൽ വരുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് ടെൻഷൻ സൈഡിലായിരിക്കും നമുക്ക് മൊമെന്റ് കൺസിഡർ ചെയ്യേണ്ടി വരിക, അവിടെ ഫെയിൽ ആവുന്നതുകൊണ്ട്. അപ്പം സ്റ്റീൽ ഈൽഡ് ചെയ്യുന്നത് കൊണ്ട് ടെൻഷൻ സൈഡിലെ ലോഡായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. മൊമെന്റ് ഇസ് ഈക്വൽ ടു ടെൻഷൻ ഇൻറ്റു ലിവർ ആവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ഈ ടെൻഷൻ വേണോ കംപ്രഷൻ വേണോ എന്ന് കൺസിഡർ ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ടെൻഷന്റെ കാര്യം നമുക്കറിയാം. 0.87 FIAST കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 0.87 FIAST. ഓക്കെ, ഇൻറ്റു ലിവർ D minus 0.42 XU. അതും അതേപോലെ എഴുതുക. അതേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ ഇവിടെ XU എന്ന വാല്യൂ ഇല്ലേ? ഈ XU നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഇക്വേഷനകത്ത് ഈ XUവിന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണേ. ഇത് ഈ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത് എടുത്തതാണ് ഈ ന്യൂട്രലൈസ്ഡ് ഡെപ്ത് എന്ന വാല്യൂ. ഇനി ഡിവൈഡ് ബൈ D രണ്ട് സൈഡിൽ ചെയ്താണ് ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെ നമുക്ക് ഡിവൈഡ് ബൈ D ഇല്ലല്ലോ, അതുകൊണ്ട് കറക്റ്റ് XUവിന്റെ വാല്യൂ മാത്രം നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. XUവിന് വാല്യൂ ഇതാണ് ഈ എഴുതിച്ചേക്കുന്നത് അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 0.87 into 0.42 divided by 0.36 ചെയ്യുമ്പോൾ ഏകദേശം 1 എന്നൊരു വാല്യൂ വരും. 1.00 സംതിങ് വരും. 0.42 into 0.87 divided by 0.36 ചെയ്യുമ്പോൾ 1.00 സംതിങ് വരും. അതുകൊണ്ട് നമ്മൾ അതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ടേംസ് എടുത്ത് പോയി D അങ്ങ് കോമൺ ആയിട്ട് എടുത്തു. D into 1 minus AST into FI divided by FCK
താഴെ ഒരു ടി കൂടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചായിരിക്കും കൂടുതലും പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും സാധാരണ നമ്മൾ എല്ലാ സെക്ഷൻസും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വാർണിംഗ് കിട്ടും എന്ന് പറഞ്ഞു. ഡിസൈൻ ചെയ്ത സെക്ഷൻസിന് ഫെയിലിയറിന് മുമ്പ് ഒരു വാർണിംഗ് കിട്ടും, ക്രാക്സ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഇതിന് റെട്രോഫിറ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എംപ്ലോയ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞത്. അതായത് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സ്ട്രെസ് ബ്ലോക്കിന്റെ ഡയഗ്രം നമ്മൾ വരച്ചു. അതിനകത്ത് കംപ്രഷനും ടെൻഷനും അറിയാം. അതിന് ലിവർ ആം ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ലിവർ ആം ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് എന്തറിയാം, നമുക്ക് അതിൽ നിന്ന് ഓരോന്നിന്റെയും മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഏത് ടൈപ്പ് ഫോഴ്സ് ആണെന്ന് അറിഞ്ഞാൽ മതി. ഫോഴ്സ് ഡിസ്റ്റൻസ് എപ്പോഴും ലിവർ ആം ആയിരിക്കും. ഫോഴ്സ് കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ നോക്കുക. ഇപ്പൊ നമുക്ക് ബാലൻസ് സെക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ബാലൻസ് സെക്ഷൻ ആകുമ്പോൾ നമുക്ക് ബോത്ത് കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഏതെടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്, പക്ഷേ അണ്ടർ ഇൻഫോ സെക്ഷനിൽ നമ്മൾ ടെൻഷൻ അടിക്കണം, കാരണം സ്റ്റീൽ ആയിരിക്കും ആദ്യം എഴുതിയിരുന്നത്. അതേപോലെ തന്നെ ഓവർ ഇൻഫോ സെക്ഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഓവർ ഇൻഫോ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇതിന് പകരം കംപ്രഷൻ ആയിട്ട് എടുക്കണം. കാരണം ഓവർ ഇൻഫോ സെക്ഷൻ ആദ്യം കോൺക്രീറ്റ് ആണ് ഫെയിൽ ചെയ്യുന്നത് അല്ലേ. പക്ഷേ നമുക്ക് ഓവർ ഇൻഫോ സെക്ഷൻ നമുക്ക് വലിയ ആവശ്യമില്ല. കാരണം ഓവർ ഇൻഫോ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുമില്ല. കോഡ് ബുക്കിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് റീഡിസൈൻ ചെയ്യണം. ഓവർ ഇൻഫോഴ്സ്ഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ റീഡിസൈനിലേക്ക് പോകണം എന്നാണ് റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ്ഡ്, ഓവർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ബാലൻസ് സെക്ഷന്റെ ഒരു സമ്മറി കൂടി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിനെ പറ്റി നോക്കാം. അപ്പൊ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം കിട്ടുമെന്ന് വിചാരിക്കുക. ആ പ്രോബ്ലത്തിനകത്ത് ഏതെങ്കിലും ഒരു റെക്ടാംഗുലർ ബീമോ ഏതെങ്കിലും ഒരു സെക്ഷൻ തന്നിട്ടുണ്ടാവും. നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് വേർ ഇസ് ദ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. ഈ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്നും അതിൽ നിന്ന് ഏത് ടൈപ്പ് സെക്ഷൻ ആണ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ടൈപ്പ് സെക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഇതിന്റെ സബ് വേരിയൻസ് ഉണ്ടാവും. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ സ്റ്റെപ്സ് എന്താണോ ഞാൻ പറയുന്നത് അതേ സ്റ്റെപ്സ് അതേ രീതിയിൽ പേജ് നമ്പർ 96 കോഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. MU ലിമിറ്റിന്റെയും MU ഇക്വേഷൻസ് ഒക്കെ പേജ് നമ്പർ 96 കിടപ്പുണ്ട്. NXGയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ആ കോഡ് ബുക്കിലെ വാല്യൂസ് നോക്കി ചെയ്യാൻ പറ്റും. ആ ഡെറിവേഷൻസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നേരത്തെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ആവശ്യം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇക്വേഷൻസ് ഡയറക്റ്റ് നമുക്ക് കോഡ് ബുക്കിൽ നിന്ന് എടുക്കാം. ഇനി സ്റ്റെപ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഈ സ്റ്റെപ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോഡ് ബുക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ ഫൈൻഡ് ദ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഇപ്പോൾ ഉള്ള സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എത്രയാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇക്വേഷൻ നമുക്ക് അറിയാം, x/d = 0.875 നമുക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനകത്ത് x/d വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ഇറ്റ് വിത്ത് x/d x ലിമിറ്റിന്റെ വാല്യൂ എവിടെ കിടക്കുന്നത്? പേജ് നമ്പർ 70 ടാബ്ല കോളമായിട്ട് കിടപ്പുണ്ട് അല്ലെ. ഒരു ടൈപ്പ് ഓഫ് സ്റ്റീൽ yield സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ വെച്ചിട്ട് Fe 250 ആണെങ്കിലോ Fi 415 ആണെങ്കിലോ 500 ആണെങ്കിലോ ഉള്ള കറസ്പോണ്ടിങ് XU ലിമിറ്റ് ബൈ ഡിയുടെ വാല്യൂസ് പേജ് നമ്പർ 70 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2 ആയിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ നോക്കുക. ഇഫ് XU/d is less than XU limit by d ആണെങ്കിൽ നമുക്കറിയാം എന്താ, അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ് അല്ലെ. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആകുമ്പോൾ ആദ്യം yield ചെയ്യുന്നത് സ്റ്റീൽ ആയിരിക്കും എന്നറിയാം. അതുകൊണ്ട് നമുക്ക് MU എടുക്കുമ്പോൾ നമ്മൾ ടെൻഷൻ സൈഡ് ഓഫ് അതിന്റെ ലോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് ഈ കിടക്കുന്നത്. MU = 0.87 FI HT/1 - HCK/FCK/BD എന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇഫ് XU is equal to XU ലിമിറ്റ് ആണെങ്കിൽ എന്താ, അതൊരു ബാലൻസ് ഐഡിയൽ സെക്ഷൻ ആണ് അല്ലെ. ഈ സമയത്ത് MU ലിമിറ്റും MU ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിനുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തെടുത്തതേ ഉള്ളൂ. ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇതും പേജ് നമ്പർ 96 തന്നെ കിടപ്പുണ്ട്. ഇനി തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ XU/d is greater than XU limit by d ആണ്. ഈ കേസ് വരുമ്പോൾ ഓവർ
റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ആകുമ്പോൾ എന്ത് വെച്ചാൽ കോൺക്രീറ്റ് ആയിരിക്കും ആദ്യം ഫെയിൽ ആവുക, ബട്ട് ദർ വോണ്ട് ബി എനി വാർണിംഗ്, ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും അല്ലേ. ഇത് ഡക്ടൈൽ ഫെയിലിയർ ആണ്. അൺറീഇൻഫോഴ്സ് ഡക്ടൈൽ ഫെയിലിയർ ആണ്. ഓവർ റീഇൻഫോഴ്സ് ആകുമ്പോൾ ബ്രിട്ടിൽ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ്. ബട്ട് സഡൻ ഫെയിലിയർ ആയിരിക്കും വരിക, എക്സ്പ്ലോഷൻ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് ഫെയിലിയർ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് രണ്ടും ഈക്വൽ ആയിരിക്കും. പക്ഷേ കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ പേജ് നമ്പർ അനുസരിച്ച് നോക്കി നിങ്ങൾക്ക് പറയാം, കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത് റീഡിസൈനിലേക്ക് പോവുക. കാരണം ഈ ഡിസൈൻ സേഫ് അല്ല, റീഡിസൈനിലേക്ക് പോവുക എന്നാണ് കോഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വേണമെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യാം, വലിയ പാടുള്ള ജോലിയല്ല, കാൽക്കുലേഷൻ വരുന്നതല്ല, കമ്പയർ ചെയ്തിട്ട് വെക്കാം. ഇനി ഇൻ കേസ് നമുക്ക് അതിനകത്ത് MUന്റെ വാല്യൂ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയിട്ട് ഈ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു സെക്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓവറോൾ ഡെപ്ത്, അതാണ് ക്യാപിറ്റൽ ഡി, മിക്കവാറും ഓവറോൾ ഡെപ്ത് ബ്രെഡ്ത്ത് ഓഫ് സെക്ഷൻ ആയിരിക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും തന്നിട്ടുണ്ടാവുക. എഫക്റ്റീവ് ഡെപ്ത് തന്നിട്ടുണ്ടാവില്ല. അതിന് പകരം നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ റീഇൻഫോഴ്സ്മെന്റ് നടുക്കൂടെ ഒരു വര വരച്ചിട്ട് അതിന് മുകളിൽ ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ നിന്ന് ആ റീഇൻഫോഴ്സ്മെന്റ് സെന്റർ വരെ ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുക, എഫക്റ്റീവ് ഡെപ്ത് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ടാവും, സ്മോൾ ബിയും തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനകത്ത്. അതിന് സ്മോൾ ബി കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോ ഇതിനകത്ത് ഈ ഡെപ്ത് തന്നിട്ടുണ്ടാവും, അതായത് ഈ ഡെപ്ത് തന്നിട്ടുണ്ടാവും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇത്രയാണ് എന്നുള്ളത്. അതിന് നമുക്ക് എഫക്റ്റീവ് കവർ എന്ന് വിളിക്കും. എഫക്റ്റീവ് കവറിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. എഫക്റ്റീവ് കവറിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്താ, സ്മോൾ ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് എഫക്റ്റീവ് കവർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സ്മോൾ ഡി കിട്ടും. കാരണം ഇവിടെ എല്ലാം നമുക്ക് സ്മോൾ ഡി ആണ് വേണ്ട, ക്യാപിറ്റൽ ഡി അല്ല. ക്വസ്റ്റ്യനകത്ത് ക്യാപിറ്റൽ ഡി ആയിരിക്കും, ഓവറോൾ ഡെപ്ത് ആയിരിക്കും തന്നിരിക്കുന്നത്, തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ചില സമയത്ത് നമുക്ക് തന്നിരിക്കുന്നത് കവറിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പൊ കവർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ, ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ബീം എങ്കിൽ ബീമിന്റെ താഴെ തൊട്ട് റീഇൻഫോഴ്സ്മെന്റ് ടോപ്പ് വരെയാണ് നമുക്ക് കവർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് ടോപ്പ് വരെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് റീഇൻഫോഴ്സ്മെന്റ് സെന്റർ വരെയുള്ള ലെങ്ത് ആണ് അല്ലെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് വിളിക്കുക കവർ എന്ന് വിളിക്കുക. കവറിന്റെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇത് എഫക്റ്റീവ് കവറാണ്. കവർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു കവർ എന്തിനാണ് കൊടുക്കുന്നത്, റീഇൻഫോഴ്സ്മെന്റിനെ എൻവയോൺമെന്റ് കണ്ടീഷനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് മഴ വെയിലൊക്കെ കൊള്ളുമ്പോൾ കൊറോഷൻ ഒന്നും വരാതെ രക്ഷിക്കാനായിട്ട് മിനിമം കവർ കൊടുക്കുന്നത്. കവർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഡി മൈനസ് കവർ ഉണ്ടാവും, കവറിനെ മൈനസ് ചെയ്യാം. പക്ഷെ പ്ലസ് എന്ത് ചെയ്യണം, റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്ററിന്റെ ബൈ 2 കൂടി ആഡ് ചെയ്യുക. കാരണം ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ചെറിയൊരു ഹാഫും കൂടി നമുക്ക് വേണം, എന്നാലും ഡി വരത്തുള്ളൂ. റീഇൻഫോഴ്സ്മെന്റ് ഹാഫും കൂടി ഇവിടെ ആഡ് ചെയ്യണം. ബാക്കി ഇത്രയും. അപ്പൊ മൊത്തം ക്യാപിറ്റൽ ഡി ഇത്രയും കളഞ്ഞു, അതിനുശേഷം ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിന്റെ വാല്യൂ കിട്ടും. ഇതാണ് നമുക്ക് ഈക്വേഷൻ ഓർമ്മിച്ച് വെച്ചിരിക്കുക. കാരണം പ്രോബ്ലത്തിനകത്ത് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കൂടാതെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ്, ഓവർ റീഇൻഫോഴ്സ് എല്ലാ സെക്ഷന്റെയും ഒരു സമ്മറി ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ എടുത്തേക്കാം. അത് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് 5 മാർക്സിനോ 10 മാർക്സിനോ ചോദിക്കാം. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കമ്പാരിസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.